ഹലോ, മല്ലു റൂട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത് സ്വീഡനിലേക്കുള്ള അഡ്മിഷനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ്. അതിപ്പോൾ ലാസ്റ്റ് ഒരു 2-3 വീക്സ് ആയിട്ട് നമ്മളത് തന്നെയാണ് ചെയ്യുന്നത്. സ്വീഡനിലേക്കുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളല്ലേ, വിസയുടെ കാര്യങ്ങളെല്ലാം ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ വിസ അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ മെയിൽ ഐ ഡിയും വാട്സപ്പ് നമ്പറും എല്ലാം ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത് ലേറ്റ് ആപ്ലിക്കേഷൻ ഇതിനെ കുറിച്ചാണ്. അതായത് സ്വീഡന്റെ ഫസ്റ്റ് റൗണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ജനുവരി 15 വരെയുള്ള ടൈമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷവും സ്വീഡനിലേക്കുള്ള ആപ്ലിക്കേഷൻ പല യൂണിവേഴ്സിറ്റികളും അതിനുശേഷവും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ മെയിനായിട്ട് യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനായിരിക്കും. അതിപ്പോൾ +2 ആകട്ടെ, അതല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഏത് ഇതിലാണെങ്കിലും 1-2 മാസം അല്ലെങ്കിൽ ഒരു 4-5 മാസത്തിനുള്ളിലെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ലേറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വീഡനിൽ 2 റൗണ്ട് അഡ്മിഷൻ ആണുള്ളത്. ഫസ്റ്റ് റൗണ്ടാണ് മെയിനായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളത്. കാരണം ആ ഒരു വിസയ്ക്ക് വേണ്ടിയുള്ള ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടിയാലാണ് വിസയുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. കാരണം ഒരു 3-4 ചിലപ്പോൾ 6 മാസം വരെയൊക്കെ ഡിലേ ഒക്കെ സംഭവിക്കുന്നതാണ് സ്വീഡനിലേക്കുള്ള വിസ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് റൗണ്ട് അഡ്മിഷൻ നടക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ 15 അല്ലെങ്കിൽ ഒരു 16, ഓരോ വർഷവും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും ഒക്ടോബർ ഒരു മിഡ് തൊട്ട് ജനുവരി മിഡ് വരെ ആയിരിക്കും ഫസ്റ്റ് റൗണ്ട് അഡ്മിഷൻ നടക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് സെം നടക്കുന്നു, അതല്ലെങ്കിൽ അവർ മാർക്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കും സ്വീഡനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലേറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിലാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ സ്വീഡനിലേക്കുള്ള ഫസ്റ്റ് റൗണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു എങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് റൗണ്ടിന്റെ റിസൾട്ട് വരുമ്പോൾ അഡ്മിഷൻ കിട്ടില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ ഒന്നും കംപ്ലീറ്റ് ആയിരിക്കില്ല. ശരിക്കും ഫസ്റ്റ് റൗണ്ടിന്റെ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. അപ്പോൾ ഫെബ്രുവരി 3-നുള്ളിൽ ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടും. അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടും. അല്ലെങ്കിൽ റിസൾട്ട് അറിഞ്ഞ് നിങ്ങൾക്ക് ആ കോഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പ്രൂഫുകളും കയ്യിലുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അതല്ല, നിങ്ങൾക്കൊരു മാസത്തോടെ കഴിഞ്ഞ് മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ട് വന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടുമെന്ന് നിങ്ങൾ അറിയുകയാണ് എങ്കിൽ ലേറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. ദെൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻടേക്ക് നഷ്ടമാകും. നേരെ മറിച്ച് നിങ്ങൾ ലേറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തേക്കുന്നതെങ്കിൽ ഫസ്റ്റ് റൗണ്ടിന്റെ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് പിന്നുള്ള സീറ്റുകളിലേക്ക് അവർ ലേറ്റ് ആപ്ലിക്കേഷന്റെ പ്രോസസ്സിംഗ് നടത്തും. ആ ഒരു ടൈമിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മാസ്റ്റേഴ്സിലേക്കൊക്കെ ആണെങ്കിൽ 4 കോഴ്സ്, അതല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയിലേക്ക് ആണെങ്കിൽ 8 കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ലേറ്റ് ആപ്ലിക്കേഷനായിട്ട് ചെയ്താലും. സോ നിങ്ങൾക്ക് ഒരു പക്ഷേ സമയത്ത് തന്നെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കിട്ടി വിസ എല്ലാം കൊടുത്ത് കയറി വരാനായിട്ട് സാധിക്കും. ഓപ്പൺ ഫോർ ലേറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് മെയിനായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വരുന്നത്. അതിനൊരു പ്രത്യേക റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പ്രത്യേക ഡേറ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആ കോഴ്സുകളുടെ എല്ലാം റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ 4 കോഴ്സ് അല്ലെങ്കിൽ 8 കോഴ്സ് വെച്ചാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിനായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക. ദെൻ ബാക്കിയുള്ള കോഴ്സുകളെല്ലാം അവർ ഡിലീറ്റ് ചെയ്യും. ലേറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോഴ്സുകളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതുപോലെ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. അതായത് ഇപ്പോൾ ഒരു ജൂണിലോ ജൂലൈയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്താലും സാധ്യത കുറവാണ്. കാരണം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കോടെ ഇവിടെ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒരു ഫെബ്രുവരി തൊട്ടൊരു മെയ് പകുതി വരെയുള്ള ഒരു ടൈമിനുള്ളിൽ മാക്സിമം നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മാത്രമാണ് വരാനുള്ളത്, ഒരു സെമ്മിൻ്റെയൊക്കെ മാർക്ക് ലിസ്റ്റാണ് വരാനുള്ളത് എങ്കിൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ തരും. അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കിട്ടിയാലും ആ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കഴിഞ്ഞ കോഴ്സിന്റെ ആ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എന്ത് ഡോക്യുമെന്റ്സ് ആണോ നിങ്ങൾക്ക് കിട്ടാത്തത് അതും കൂടി സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ മാക്സിമം നിങ്ങളുടെ
ആ ഒരു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ്സോടെ കിട്ടുന്നത് വരെ നിങ്ങൾ വിസ കൊടുക്കാതിരിക്കുക. കാരണം യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ സീറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ വിസയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഓഫർ ലെറ്ററോട് വെച്ചിട്ടാണ് വിസയ്ക്ക് കൊടുക്കുന്നത്. സോ അതിനകത്ത് കണ്ടീഷണലി അഡ്മിറ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ പ്രൂഫ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് എങ്കിൽ മൈഗ്രേഷൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ട്യൂഷൻ ഫീ പേ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിസയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും അഡ്മിഷൻ കിട്ടി യൂണിവേഴ്സിറ്റിക്ക് കണ്ടീഷണലി ഓഫർ ലെറ്റർ വന്നേക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തത് കൺഫേം ആയതിനു ശേഷം മാത്രമേ വിസ അപ്ലൈ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ലേറ്റായിട്ട് അപ്ലൈ ചെയ്യാനിരിക്കുന്നവർക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.